വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക്. കാത്ത് ലാബിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി കാർഡിയോ വിഭാഗം മേധാവി സൂപ്രണ്ടിന് പരാതി നൽകി. കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കമ്പനികൾ വിതരണം നിർത്തിയതാണ് ക്ഷാമത്തിനുള്ള കാരണം. PR പ്രവീണയാണ് വിവരങ്ങളുമായുള്ളത്. പ്രവീണ, കേൾക്കാമോ? പ്രവീണയിലേക്ക് വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ഈ ഉപകരണക്ഷാമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണമൊക്കെയും നൽകിയതാണ്. പ്രവീണ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. സേതു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ ഈ കുടിശ്ശിക കിട്ടാത്തതിനെ തുടർന്ന് കമ്പനികൾ വിതരണം നടത്തിയിരുന്നു. ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും ആവശ്യമായ വയറുകളും മറ്റും നൽകുന്ന കമ്പനികളാണ് ഈ വിതരണം നടത്തിയത്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക്, അതായത് പരമാവധി എത്തിയാൽ 2 ദിവസം മാത്രം കൊണ്ടുപോകുന്ന, അതും അത്രയും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ചെയ്യാവുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കാട്ടിയാണ് ഇപ്പോൾ അടിയന്തരമായി സൂപ്രണ്ടിന് കത്ത് നൽകിയിരിക്കുന്നത്. ഉപകരണങ്ങൾ ലഭ്യമാക്കിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തുന്ന പാവപ്പെട്ട രോഗികളെ റെഫർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ, അതായത് ഒരു ദിവസം തന്നെ 3-4 കാത്ത് ലാബുകളിലായി വളരെയധികം ശസ്ത്രക്രിയകൾ നടക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അത്രയധികം ശസ്ത്രക്രിയകൾ നടത്താനുള്ള ഉപകരണങ്ങൾ കയ്യിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസം കൂടി ഇങ്ങനെ തുടർന്നാൽ പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് എത്രയും വേഗം ഉപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കാർഡിയോളജി വിഭാഗം തലവൻ ഇപ്പോൾ സൂപ്രണ്ടിന് കത്ത് നൽകിയിരിക്കുന്നത്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.